നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. യുഎഇയുടെ വടക്കൻ മേഖലകളിൽ കനത്ത തോതിലും ദുബായിയുടെ വിവിധ പ്രദേശങ്ങളിൽ നേരിയ തോതിലും മഴ പെയ്തു. ഇന്ന് ഉച്ചയോടെയാണ് ഷാർജയിലും റാസൽ ഖൈമയിലും ദുബായിലും മഴ പെയ്തത്. രാജ്യത്തിന് മുകളിൽ രൂപപ്പെട്ട കുറഞ്ഞ മർദ്ദത്തെ തുടർന്ന് ഈ മാസം 25 മുതൽ 29 വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സൗദിയിൽ നിന്ന് ക്രിസ്മസ് അവധിക്ക് സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമായി ബഹ്റൈനിൽ പോയ കൊല്ലം പള്ളിക്കൽ വേളമാനൂർ സൗപർണികയിൽ ശശികുമാർ മരിച്ചു. ശനിയാഴ്ച പുലർച്ചെ 4 ഹൃദയാഘാതം മൂലമാണ് മരണസമയത്ത് റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. പ്രഭാത ഭക്ഷണമായി എത്തിയ സുഹൃത്തുക്കൾ വിളിച്ചിട്ടും കതക് തുറക്കാത്തതിനെ തുടർന്ന് ഹോട്ടൽ റിസപ്ഷനിൽ ബന്ധപ്പെട്ട് മുറി തുറന്നപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബഹ്റൈനിൽ വിവിധ കേസുകളിലായി 17 കിലോ മയക്കുമരുന്നുമായി 12 പേരെ ആന്റി നാർക്കോട്ടിക് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. പിടിച്ചെടുത്ത ലഹരിമരുന്നിന് വിപണിയിൽ ഏകദേശം 2,27,000 ബഹ്റൈനി ദിനാറിലധികം വില വരുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 23-നും 49-നും ഇടയിൽ പ്രായമുള്ള വിവിധ രാജ്യക്കാരാണ് പിടിയിലായത്. കസ്റ്റംസ് വിഭാഗവുമായി സഹകരിച്ച് നടത്തിയ പരിശോധനകളിലാണ് പ്രതികൾ പിടിയിലായത്. പുതുവർഷത്തെ വരവേൽക്കാൻ ആവശ്യകരമായ ഒരുക്കങ്ങളുമായി യുഎഇ. ബുർജ് ഖലീഫയിൽ ഇത്തവണയും വിസ്മയിപ്പിക്കുന്ന ലേസർ ഷോയും കരിമരുന്ന് പ്രയോഗവും ഉണ്ടായിരിക്കും. ഇതിനു പുറമെ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി, ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ്, ഗ്ലോബൽ വില്ലേജ് എന്നിവിടങ്ങളിലും വിപുലമായ ആഘോഷങ്ങൾ നടക്കും. അബുദാബിയിലെ അൽ വദ്ബയിൽ നടക്കുന്ന ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിൽ ലോക റെക്കോർഡുകൾ ലക്ഷ്യമിട്ടുള്ള കരിമരുന്ന് പ്രയോഗവും ഡ്രോൺ ഷോകളും നടക്കും. യാസ് ഐലൻഡിലും കോർണിഷിലും പ്രത്യേക ആഘോഷങ്ങളും ഉണ്ടാകും. സൗദിയിൽ ബിനാമി ബിസിനസ് കേസുകളിൽ പ്രവാസികളടക്കം 60 പേരെ ശിക്ഷിച്ചതായി വാണിജ്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പ്രത്യേക കോടതികളാണ് ഇവർക്ക് ശിക്ഷ വിധിച്ചത്. പ്രതികൾക്ക് 5,000 റിയാൽ മുതൽ 2 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തി. 20 ലക്ഷത്തിലേറെ റിയാലാണ് പിഴ ചുമത്തിയത്. തടവുകാർക്കായി പുതിയ പുനരധിവാസ പദ്ധതിയുമായി റാസൽ ഖൈമ. തടവുകാർക്ക് അവർക്ക് താൽപ്പര്യമുള്ള മേഖലകളിൽ വിദഗ്ധ പരിശീലനവും വിദ്യാഭ്യാസവും നൽകുകയും ശിക്ഷാ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മാന്യമായ തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന തരത്തിലാണ് പദ്ധതികൾ. മാനസികവും മതപരവുമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്താനും ബന്ധം നിലനിർത്താനുമുള്ള സൗകര്യമൊരുക്കുന്നതും പദ്ധതിയിലുണ്ട്. ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ വഴി പണം അടയ്ക്കുമ്പോൾ ഉപഭോക്താക്കളിൽ നിന്ന് അധിക ഫീസ് ഈടാക്കുന്നത് കുവൈറ്റ് സെൻട്രൽ ബാങ്ക് കർശനമായി നിരോധിച്ചു. ഇത് സംബന്ധിച്ച പുതിയ നിർദ്ദേശം രാജ്യത്തെ എല്ലാ ബാങ്കുകൾക്കും പേയ്മെന്റ് സേവന ദാതാക്കൾക്കും കൈമാറി. നിയമം ലംഘിക്കുന്ന വ്യാപാരികൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും. പോലീസ് ഉദ്യോഗസ്ഥരായി ചമഞ്ഞ് പ്രവാസിയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറുകയും സ്വകാര്യ രേഖകൾ ആവശ്യപ്പെട്ട് പണം അപഹരിക്കുകയും ചെയ്ത സംഭവത്തിൽ 3 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് റിസർച്ച് നടത്തിയ പരിശോധനയാണ് പ്രതികളെ പിടികൂടിയത്. അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ കുവൈത്തിലെ താപനില കുത്തനെ താഴുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഫഹദ് അൽ ഉദൈബിയുടെ അറിയിപ്പ്. കുറഞ്ഞ താപനില 0 ഡിഗ്രി സെൽഷ്യസിലേക്കോ അതിൽ താഴെ -1 ഡിഗ്രിയിലേക്കോ എത്താൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഈ വർഷത്തിന്റെ തുടക്കം മുതൽ നവംബർ വരെ ഫുജൈറ എമിറേറ്റിലെ നിരത്തുകളിൽ നടന്ന വാഹന അപകടങ്ങളുടെ കണക്കുകൾ പോലീസ് പുറത്തുവിട്ടു. ഒരു വർഷത്തിനിടെ ആകെ 11,747 വാഹന അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ അപകടങ്ങളിൽ 7 പേർക്ക് ജീവൻ നഷ്ടമായപ്പോൾ 201 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.